السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذا اليوم وخير ما بعده، ونعوذ بك من شر ما في هذا اليوم وشر ما بعده يا رب العالمين. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ എല്ലാ ഞായറാഴ്ചയും ഈ മജ്ലിസിൽ നമ്മൾ അഖീദ പഠനം ആരംഭിക്കുകയാണ്. വബില്ലാഹി തൗഫീഖ്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ അൽ ഉസൂലു സലാസ എന്നറിയപ്പെടുന്ന 3 അടിസ്ഥാന തത്വങ്ങൾ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതമായ അദ്ദേഹത്തിൻ്റെ തൗഹീദി ദഅവത്തിൽ ഏറെ സ്വീകാര്യത ലഭിച്ച, ഇന്നും മുസ്ലിമീങ്ങൾ മുവഹിദുകൾ അവരുടെ ദീനി വിജ്ഞാന കേന്ദ്രങ്ങളിലും മസ്ജിദുകളിലും ആവർത്തിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള മഹത്തായ ഒരു റിസാലയാണ് അൽ ഉസൂലു സലാസ, സലാസത്തുൽ ഉസൂൽ എന്നൊക്കെ പറയാറുള്ള ഈ ചെറുകൃതി. ഇതിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും 3 അടിസ്ഥാനങ്ങളെന്ന് ഇതിന് പേര് നൽകപ്പെട്ടതുപോലെ ഖബറിൽ ഒരു മുസ്ലിം ചോദ്യം ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങളാണ്. അത് ദീനിൻ്റെ 3 അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്. രണ്ടാമത്തേത് വമൻ നബിയുക്, ആരാണ് നിന്റെ നബി. മൂന്നാമത്തേത് വമാ ദീനുക്, ഏതാണ് നിന്റെ ദീൻ. അപ്പം എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എന്നിലേക്ക് അയച്ച നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എൻ്റെ ദീൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഈ 3 അടിസ്ഥാനങ്ങളെ പറ്റിയാണ് ഈ കിതാബിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കിതാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കിതാബിൻ്റെ രചയിതാവായ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇമാമുദ്ദഅവ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി അറിഞ്ഞിരിക്കൽ, അദ്ദേഹത്തിൻ്റെ സാമാന്യ ജീവചരിത്രം പരസ്പരം ഓർമ്മിപ്പിക്കൽ, അത് ഗ്രന്ഥകർത്താവിനോടും ഗ്രന്ഥത്തോടുമുള്ള മര്യാദയാണ്. ഏതൊരു കിതാബ് നമ്മൾ പഠിക്കുമ്പോഴും ആ കിതാബ് രചിച്ചിട്ടുള്ള ഗ്രന്ഥകാരനെ സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തെ അറിയുകയും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ രീതിയാണ്. നമ്മളും ആ രീതി അവലംബിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാമിനെ പറ്റി സാമാന്യം മനസ്സിലാക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തെ സകല മനുഷ്യരെയും സൃഷ്ടിക്കുന്നത് ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ്, ഹുനഫാക്കളായിട്ടാണ്, തൗഹീദിലായിട്ടാണ്, നല്ല ഫിത്രത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ ജനിച്ചു വീഴുന്ന കുഞ്ഞും ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദിയാക്കുന്നത്, മജൂസിയാക്കുന്നത്, നസ്രാനിയാക്കുന്നത്. അപ്പോൾ ഇവിടെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും അവരുടെ മാതാപിതാക്കൾ ആരുമാകട്ടെ അവരെ അതേ ശുദ്ധപ്രകൃതിയിൽ ജനിച്ച വടി വളരാൻ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ വേറെ മാതാപിതാക്കളുടെയോ സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ
ദുനിയാവിൻ്റെ ഒന്നും സ്വാധീനങ്ങളില്ലാതെ പ്രലോഭനങ്ങളില്ലാതെ അവരെ അങ്ങ് അതുപോലെ നമ്മളൊന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ വിചിത്രമായൊരു ദ്വീപിലോ മറ്റോ ഒക്കെ കൊണ്ടുപോയി വേറൊരു സ്വാധീനങ്ങളുമില്ല, ആ പരിതസ്ഥിതിയിൽ അങ്ങനെ വളരാൻ വിട്ടാൽ അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുക. തങ്ങളെ പടച്ച തങ്ങളുടെ റബ്ബിനെ അവർ കണ്ടെത്തും. ശിർക്കിലേക്ക് അവർ പോകുകയില്ല, കുഫറിലേക്ക്. ശരിയാണ്, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ ഇബാദത്ത് ചെയ്യണം, അതൊന്നും അവർക്കറിയില്ല, അത് പഠിക്കണം. പക്ഷേ ആ ശുദ്ധപ്രകൃതിയിൽ അങ്ങ് വളരാൻ വിട്ടുകഴിഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ടാണ് ജീവിക്കുക. അങ്ങനെയാണ് അള്ളാഹു ഓരോ കുഞ്ഞിനെയും ഇവിടെ സൃഷ്ടിക്കുന്നത്. പിന്നീട് അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബം, സമൂഹം, ഇതെല്ലാം അവരെ സ്വാധീനിക്കപ്പെടുകയും അവരുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന് കറകൾ ബാധിക്കുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശൈത്താൻ അവരെ സ്വാധീനിക്കുന്നു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അവരെ വഴിതെറ്റിക്കുന്ന ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്നു, അവരെ തിന്മയിലേക്ക് നയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേടുവരുന്ന മനുഷ്യന്മാർ ഇസ്ലാമിൻ്റെ ശരിയായ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ അവരെ നന്മയിലേക്ക്, ഇസ്ലാമിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കാൻ, ഹക്കിലേക്ക് നയിക്കാനാണ് മുർസലീങ്ങളെ അയച്ചിട്ടുള്ളത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ കിതാബുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വ്യതിചലിച്ച മനുഷ്യരെ തിരിച്ചു നടത്തിക്കാൻ. അവസാനത്തെ റസൂൽ നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാനത്തെ കിതാബ് പരിശുദ്ധ ഖുർആനാണ്. ഇനിയൊരു കിതാബ് ഇറങ്ങാനില്ല, ഇനിയൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നിയോഗിക്കപ്പെടാനില്ല. പക്ഷേ ആളുകൾ ഇനിയും കേടുവരും, ദീനിൽ ഇനിയും കറബാധിക്കും, മനുഷ്യന്മാർ ഹക്കിൽ നിന്ന് വ്യതിചലിക്കും. അപ്പം ഇനിയൊരു കിതാബോ നബിയോ വരാനില്ല എന്നിരിക്കെ എങ്ങനെയാണിത് പരിഹരിക്കുക? കേടുവന്ന ദീൻ എങ്ങനെയാണ് നന്നായി തീരുക? വ്യതിചലിച്ച ആളുകൾ എങ്ങനെയാണ് ഹക്കിലേക്ക് വഴി നടത്തപ്പെടുക? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് നിശ്ചയിച്ചുള്ളൊരു നടപടിക്രമമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അല റഅസി കുല്ലി മിഅതി സനത്തിൻ മയുജദ്ദിദു ലഹാ ദീനഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ 100 വർഷത്തിൻ്റെയും തുടക്കത്തിൽ ഈ ഉമ്മത്തിൽ അവരുടെ ദീനിനെ പരിഷ്കരിക്കുന്ന എന്ന് പറഞ്ഞാൽ കേടുവന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോയ ദീനിനെ ശരിയായ രൂപത്തിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, അതിലേക്ക് അവരെ ക്ഷണിക്കുന്ന മുജദ്ദിദുകളെ, പരിഷ്കർത്താക്കളെ അള്ളാഹു ഇമ്മത്തിൻ്റെ ഓരോ 100 വർഷത്തിൻ്റെയും തുടക്കത്തിൽ നിയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിൻ്റെ സുനനുൽ ഇലാഹി ഇത് എല്ലാ തലമുറയിലും നൂറ്റാണ്ടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നടപ്പിലാക്കും. അമ്പിയാക്കളുടെ ദൗത്യം നിർവഹിക്കാൻ, അവർക്ക് ശേഷം ജനങ്ങൾ തെറ്റിദ്ധരിച്ച ദീൻ നന്നായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമുകളെ, മുജദ്ദിദുകളെ നിശ്ചയിക്കും. അത്തരത്തിൽ നാം മനസ്സിലാക്കുന്നു, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഹിജ്റ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, ഹിജ്റ 1115 ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ജനനം. ഹിജ്റ 12-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായി ഗണിക്കപ്പെടുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇമാമുദ്ദഅവ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമും ദഅവത്തും അദ്ദേഹത്തിലൂടെ ഒരുമിപ്പിക്കുകയുണ്ടായി. ഈ ഉമ്മത്തിന് ഇസ്ലാമിൻ്റെ ശരിയായ അറിവും അതോടൊപ്പം അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പ്രബോധനത്തിൻ്റെ ദൗത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ കാഴ്ചവെക്കുകയുണ്ടായി ഈ ഉമ്മത്തിനു വേണ്ടി. സാധാരണ ഇൽമും ദഅവത്തും ഒരാളിൽ സമ്മേളിക്കുക എന്നുള്ളത് അപൂർവമാണ്. പല ആളുകളും ദഅവത്തിൻ്റെ രംഗത്ത്, പ്രബോധന രംഗത്ത് സജീവമാകുന്നവരുണ്ടാവും, പക്ഷേ ശരിയായ അറിവ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ശരിയായ ഇൽമില്ലാതെ ദഅവത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷം സംഭവിക്കലുണ്ട് സമൂഹത്തിൽ. എന്നാൽ ഇൽമുള്ള പല ആളുകളും ദഅവത്തിൽ അത്ര കണ്ട സജീവത നിലനിർത്താത്ത അവസ്ഥയും നമുക്ക് നാട്ടിൽ കാണാം. ഇൽമുള്ളവർ ദഅവത്തിന് വേണ്ടി പരിശ്രമിക്കാത്ത അവസ്ഥയും കാണാം. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ അറിയിക്കുന്നത് ഇൽമും ദഅവത്തും ഒരുപോലെ സമ്മേളിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം.
അദ്ദേഹം വർഷങ്ങളോളം ഇൽമു നേടാൻ വേണ്ടി പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന നാടുകളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, വർഷങ്ങളോളം. അങ്ങനെ ആഴത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിലുള്ള വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹറമിൽ പോയി, മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് ഹജ്ജ് പൂർത്തീകരിച്ചതിന് ശേഷം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ, നിന്റെ ദീൻ ആളുകൾക്ക് ശരിയാം വിധം എത്തിച്ചു കൊടുക്കാൻ, നിന്റെ തൗഹീദിലേക്കുള്ള ക്ഷണം അത് നടത്താൻ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ, ആ ദഅവത്തിന് ആളുകൾക്കിടയിൽ നീ സ്വീകാര്യത നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹം ദഅവത്തിന് ഇറങ്ങാണ് സ്വന്തം നാട്ടിലേക്ക്. ഇതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അറിവും പ്രബോധനവും ഒരുമിച്ചു എന്നത് ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ചരിത്രകാരന്മാർ വിലയിരുത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം റഹിമഹുല്ലാ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അബു അലി എന്നാണ്. അബു അലി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അഹ്മദ് ഇബ്നു റാഷിദ് ഇബ്നു ബുറൈദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ബുറൈദ് ഇബ്നു മുഷറഫ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം. അദ്ദേഹത്തിൻ്റെ കുടുംബം ആലു മുഷറഫ് എന്നറിയപ്പെടുന്ന പരമ്പരയായിരുന്നു. അദ്ദേഹം ബനൂ തമീം ഗോത്രക്കാരനായിരുന്നു. അത്തമീമി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രപ്പേര്. അദ്ദേഹത്തിലേക്ക് ചേർത്ത് അത്തമീമി എന്ന് പറയാം. ഹിജ്റ 1115 അദ്ദേഹം ജനിച്ചത് നജിദിൽ, സൗദിയുടെ ഹൃദയഭാഗമായ നജിദിൽ, ഇന്നത്തെ റിയാദും അൽ ഖസീമും അതുപോലെ തന്നെ പരിശുദ്ധ മക്കയുടെ ഹറമിൻ്റെ പ്രദേശവും എല്ലാം ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയുടെ പ്രസക്ത ഭാഗം, ഹൃദയഭാഗത്തിനാണ് നജിദ് എന്ന് പറയുക. ആ നജിദിലെ അൽ ഉയൈന എന്ന് പറയുന്ന നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഉയൈന എന്നുള്ളത് ഇന്നത്തെ റിയാദിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് ഉയൈന സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ജനനം. ഹിജ്റ 1115. ഇപ്പോൾ ഹിജ്റ വർഷം ഏതാണ്? 1435 എത്ര മോനെ? ഇവിടെ കലണ്ടറില്ലേ? 1445 അല്ലേ? 1445 അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1445 അല്ലേ? 1445. അപ്പൊ എത്ര വർഷം മുമ്പാണ് ഷെയ്ഖ് ജനിച്ചത്? എത്ര വർഷം മുമ്പാണ്? 1115. 300-ലേറെ വർഷമായി അല്ലേ? 300-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ജനിച്ചത്. ശരി, ഷെയ്ഖിന്റെ കുടുംബം ഇൽമു കൊണ്ടും അതുപോലെ തന്നെ ഇസ്ലാമികമായ നല്ല സംസ്കാരവും സ്വഭാവ ഗുണങ്ങളും പാരമ്പര്യവുമൊക്കെ കൊണ്ട് അറിയപ്പെട്ട കുടുംബമായിരുന്നു. ദീനിന്റെയും ഇൽമിന്റെയും പാരമ്പര്യത്തിലാണ് ഷെയ്ഖ് വളർന്നത്. ഷെയ്ഖിന്റെ മൂന്നാമത്തെ വെല്ലിപ്പായുടെ ജദ്ദുഹു സാലിസ്, അദ്ദേഹത്തിന്റെ സഹോദരൻ മുതൽക്കിങ്ങനെ ഷെയ്ഖിന്റെ കുടുംബത്തിലുടനീളം ഉലമാക്കൾ കൊണ്ട് നിറഞ്ഞ കുടുംബമായിരുന്നു. ഷെയ്ഖിന്റെ മൂന്നാമത്തെ പിതാമഹന്റെ പിതൃവ്യൻ, പിതാമഹന്റെ സഹോദരൻ അമ്മുഹു ജദ്ദിഹി സാലിസ്, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വെല്ലിപ്പയുടെ അമ്മ അബ്ദുൽ ഖാദിർ ഇബ്നു റാഷിദ് ഇബ്നു ബുറൈദ്, അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ, അക്കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരിൽ പെട്ടതായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വെല്ലിപ്പയുടെ മകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ ഖാദിർ ബിൻ റാഷിദ് ബിൻ ബുറൈദ്, അദ്ദേഹവും വലിയ ഉലമാക്കളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഷെയ്ഖിന്റെ നേരെ വെല്ലിപ്പ സുലൈമാൻ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ, സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നജിദിലെ അക്കാലഘട്ടത്തിലെ മുഫ്തിയായിരുന്നു. അന്ന് ജീവിച്ചിരുന്ന ഉലമാക്കളിൽ നേതൃത്വം വഹിക്കുന്ന ആളായിരുന്നു. വലിയ അറിവിന്റെ ആഴവും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളുടെ രചയിതാവും ധാരാളം മജ്ലിസുകളിൽ ദീനി വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന മുദർരിസുമായിരുന്നു അദ്ദേഹം. റൗളത്തു സുദൈർ എന്ന് പറയുന്ന നാട്ടിൽ അദ്ദേഹം ഖാലിസ്ഥാനം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു. റൗളത്തു സുദൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ റിയാദിന്റെ അടുത്ത പ്രദേശമാണ്.
പിന്നെ ഉയൈന, ഷെയ്ഖ് ജനിച്ച സ്വന്തം നാട്ടിൽ ഉയൈനയിലും ഖാദി സ്ഥാനം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ സുലൈമാൻ റഹിമഹുല്ല. അതുപോലെ തന്നെ ഷെയ്ഖിൻ്റെ വാപ്പ, ഷെയ്ഖിൻ്റെ പിതാവ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല വലിയ ഫഖീഹും ആലിമുമായിരുന്നു. തൻ്റെ നാട്ടിലെ മുഫ്തിയായിരുന്നു. 14 വർഷം അദ്ദേഹം അൽ ഉയൈന എന്ന ഷെയ്ഖിൻ്റെ ജന്മനാട്ടിലെ ഖാദിയായി സ്ഥാനമേറ്റു. 14 വർഷം. പിന്നീട് ഹുറൈമല എന്ന് പറയുന്ന റിയാദിൻ്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രദേശത്തേക്ക് അദ്ദേഹം ഖാദി സ്ഥാനം ലഭിച്ച് അങ്ങോട്ടേക്ക് മാറി. അവിടെയും 14 വർഷം, ഷെയ്ഖിൻ്റെ പിതാവിൻ്റെ മരണം വരെ 1153 ഹിജ്റ, 1153 അദ്ദേഹം മരണപ്പെടുന്നത്. അതുവരെ അദ്ദേഹം അവിടെ ഹുറൈമല എന്ന് പറയുന്ന റിയാദിനടുത്ത സ്ഥലത്ത് ഖാദി സ്ഥാനമേൽക്കുകയുണ്ടായി. ഷെയ്ഖിൻ്റെ സഹോദരൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അദ്ദേഹം വലിയ ഖാദിയായിരുന്നു. ഈ പിതാവ് ഖാദി സ്ഥാനം അവസാനമേറ്റ ഹുറൈമലയിലെ ഖാദിയായിരുന്നു. പിന്നീട് ആര്? ഷെയ്ഖിൻ്റെ സഹോദരൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ്, അദ്ദേഹം ഖാദിയും ആലിമുമായിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖിൻ്റെ സഹോദരൻ്റെ പുത്രൻ ഇബ്നു അഖി അബ്ദുല്ലാഹ് ഇബ്നു സുലൈമാൻ, നേരത്തെ പറഞ്ഞ ഷെയ്ഖിൻ്റെ സഹോദരൻ സുലൈമാനിൻ്റെ പുത്രൻ അബ്ദുള്ള, അദ്ദേഹവും വലിയ ആലിമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ, മറ്റൊരു സഹോദരൻ അബ്ദുൽ അസീസ് ഇബ്നു സുലൈമാൻ, അദ്ദേഹത്തിൻ്റെ മകനും വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പായുടെ സഹോദരൻ ഇബ്രാഹിം ഇബ്നു സുലൈമാൻ, അദ്ദേഹം ഫഖീഹായിരുന്നു. ഉഷൈഖർ എന്ന് പറയുന്ന റിയാദിനടുത്തുള്ള മറ്റൊരു പ്രദേശത്തെ ഖാദിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ആ നാടിൻ്റെ പരിസരത്തെല്ലാം ഫത്വ നൽകാനും ദീനിയായ ആവശ്യങ്ങളിൽ പിന്നെ അവലംബമാക്കാനുമെല്ലാം അദ്ദേഹം അവിടെ പോയി സംസാരിക്കാറുണ്ടായിരുന്നു, ഫത്വ കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവലംബമായ മറ്റു പല കിതാബുകളും അതിൻ്റെ രചനകളും അദ്ദേഹം നിർവഹിച്ചിരുന്നു. ഇത് ഷെയ്ഖിൻ്റെ ഉപ്പായുടെ സഹോദരൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ, വാപ്പായുടെ മറ്റൊരു സഹോദരൻ അഹ്മദ് ഇബ്നു സുലൈമാൻ, അദ്ദേഹവും ഉലമാക്കളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഇബ്നു അമ്മിഹി അബ്ദുറഹ്മാൻ ഇബ്നു ഇബ്രാഹിം, അദ്ദേഹത്തിൻ്റെ എളാപ്പയുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു ഇബ്രാഹിം, അദ്ദേഹവും ആലിമായിരുന്നു. ഷെയ്ഖിൻ്റെ ഉപ്പായുടെ സഹോദരി അമ്മദ്, അവരുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫൈറൂസ്, അറിയപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു. മിൻ കിബാരി ഉലമാഇൽ അഹ്സ, റിയാദിൻ്റെ കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഹ്സ, സൗദിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. റിയാദിൽ നിന്ന് 320 കിലോമീറ്റർ ദൂരത്താണ് അഹ്സ. അഹ്സയിലെ വലിയ കിബാറുകളായ പണ്ഡിതന്മാരിൽപ്പെട്ട വ്യക്തിയായിരുന്നു ഷെയ്ഖിൻ്റെ അമ്മായിയുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫൈറൂസ്, അബൂ മുഹമ്മദ് അൽ കഫീഫ് അൽ അഹ്സായി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഷെയ്ഖിൻ്റെ ഉമ്മാന്റെ സഹോദരൻ സൈഫ് ഇബ്നു മുഹമ്മദ് ഇബ്നു അസ്സാസ്, അദ്ദേഹം വലിയ പണ്ഡിതനും മുഫ്തിയുമായിരുന്നു. അതുപോലെ തന്നെ ഷെയ്ഖിൻ്റെ കുടുംബത്തിൽ ഈ പറയപ്പെട്ടവരല്ലാതെ അറിയപ്പെടാത്ത പല ഇൽമു കൊണ്ട് അറിയപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ മഹാനായ ഇബ്നു ബസ്സാം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതുപോലെ ഹുവ മിൻ ബൈത്തി ഇൽമിൻ കബീരിൻ ഖദ് തവാറസുഹു അബൻ അൻ ജദ്ദിൻ, ഇൽമിന്റെ ആഴത്തിലുള്ള വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. തൻ്റെ പിതാവിൽ നിന്നും പിതാമഹനിൽ നിന്നും തായ് വഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട ഇൽമിന്റെ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കുറിച്ച മസ്ജിദുൻ നബവിയിലെ ഇന്നത്തെ ഇമാമായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഖാസിം ഹഫിളഹുല്ല അദ്ദേഹം പറയാണ്, ولا أعرف في التاريخ أسرة بقي العلم في آبائهم وأبنائهم 5 قرون متتابعة سواها. 5 തലമുറകളായി, 5 നൂറ്റാണ്ടുകളിലേറെയായി പിതാക്കളിലൂടെ മക്കളിലൂടെ ഇൽമിന്റെ പാരമ്പര്യം തുടർച്ചയായി കണ്ണിമുറിയാതെ 5 തലമുറകൾ തുടർച്ചയായി നിലനിന്ന മറ്റൊരു ചരിത്രത്തിലെ മറ്റൊരു വ്യക്തിയെയും എനിക്കറിയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന മസ്ജിദ് നബവിയിലെ ഇമാമാണ്. അദ്ദേഹം പറയാണ് 5 തലമുറകൾ തുടർച്ചയായി, വാപ്പായിൽ നിന്ന് മക്കൾ, പിന്നെ അടുത്ത തലമുറ, ഇങ്ങനെ 5 തലമുറകൾ ഇടമുറിയാതെ ഇൽമിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ചരിത്രത്തിലെ മറ്റൊരു വ്യക്തിയെയും എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയാണ്.
അത്രമേൽ ഇൽമിൻ്റെയും ദീനിൻ്റെയും പാരമ്പര്യം അതുകൊണ്ട് സമ്പന്നമായ ജീവിതമായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ജീവിതം. സഹോദരങ്ങളെ, ഞാൻ എന്തിനാണ് ഇത്രയും വിശദമായി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ നമ്മളറിയില്ല പലരും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തൗഹീദുള്ള ആളുകൾ ഇവിടുത്തെ യാഥാസ്ഥികരെ വിളിച്ച് കളിയാക്കും വഹാബികളും. എങ്ങനെയാണ് പേര് വന്നത്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയിലേക്ക് ചേർത്തിട്ടാണ് അവർ പറയുന്നത്. അവരാക്ഷേപ സ്വരത്തിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്ന പുതിയ ദീനാണ് നിങ്ങളുടെ ദീൻ, വഹാബിസം. ആ അർത്ഥത്തിലാണ് അവർ വഹാബികൾ എന്ന് പറയുന്നത്. ആരായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം എന്ന്, എന്താണ് ഈ നാമകരണത്തിന്റെ പിന്നിലെ രഹസ്യമെന്ന് നമ്മൾ പലർക്കും അറിയില്ല. ന്യൂജൻ മുവഹിദുകൾക്ക് അറിയില്ല പലപ്പോഴും. ആരാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള എന്നത് അറിയില്ല. യാഥാർത്ഥ്യം, അവർ പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട്. ഒരു യാഥാർത്ഥ്യം എന്താണ്? ഹിജ്റ 12-ാം നൂറ്റാണ്ടിൽ സാക്ഷാൽ സൗദി അറേബ്യയിൽ നജ്ദിൽ കേടുവന്ന പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ ആശയം തൗഹീദ്, ഇത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ദഅവത്ത് കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടു അള്ളാഹുവിന്റെ തൗഫീഖിനാൽ. ഇന്ന് കാണുന്ന സൗദി അറേബ്യ യഥാർത്ഥത്തിൽ ഇന്നത്തെ സൗദി അറേബ്യ ആയത് ശിർക്കിന്റെ ഒരു പുൽക്കൊടി പോലും, ഒരു പുൽനാമ്പും പോലും ഇല്ലാത്ത സമ്പൂർണമായ തൗഹീദി രാഷ്ട്രമായി മാറിയത്, ഹറമിന്റെ ഭൂമികൾ വരെ തൗഹീദ് കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ സംരക്ഷിക്കപ്പെട്ടത്, അതിന് അള്ളാഹു കാരണക്കാരനാക്കിയത് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ദഅവത്താണ്. അതിന്റെ അനുരണനങ്ങളാണ്, അതിന്റെ മാറ്റൊലികളാണ് ഈ കേരളമാകുന്ന പൊട്ടക്കിണറ്റിലും ഉണ്ടായത്. അക്കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ സൗദിയിലുള്ള ദഅവത്തിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മുടെ നാട്ടിലും തൗഹീദി ദഅവത്തിന് കാരണമായി തീർന്നത്. അദ്ദേഹത്തിന്റെ ദഅവത്തും ഗ്രന്ഥങ്ങളുമാണ്. അതിലൂടെയാണ് നമ്മുടെ നാട്ടിൽ വരെ തൗഹീദ് പ്രചരിക്കപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്ദേഹത്തെക്കുറിച്ച് ശരിയായ അറിയൽ നമുക്ക് നിർബന്ധമാണ്. നമ്മൾ എവിടെ നിന്ന് വന്നു എന്നത് നമ്മൾ അറിയൽ നിർബന്ധമാണ്. അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ദീനാണോ, അദ്ദേഹത്തിന്റെ വകയാണോ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ സ്വഭാവത്തെ പറ്റി പറയാറുണ്ട്. അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ സ്വഭാവവും പെരുമാറ്റവും അവരുടെ രീതിശാസ്ത്രവും മനസ്സിലാക്കാതെ അവരുടെ ആളുകളായി പിൽക്കാലത്ത് നമ്മൾ ചമയുക എന്നുള്ളത് അത് അനീതിയാണ്. ആരായിരുന്നു അവർ എന്ന് മനസ്സിലാക്കി അവരെപ്പോലെ നമ്മൾ നടക്കാനും ജീവിക്കാനും ശ്രമിക്കണം. അതിനാണ് ഞാൻ ഈ പറയുന്നത്. ഷെയ്ഖിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചരിത്രകാരന്മാർ എടുത്തു പറഞ്ഞ കാര്യമാണ് വിട്ടുവീഴ്ചയും ആളുകൾക്ക് പുറത്തു കൊടുക്കാനുള്ള മനസ്ഥിതിയും എന്നുള്ളത്. അതിൽ ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. ഷെയ്ഖിന്റെ പിതാവായിരുന്ന, ഷെയ്ഖിന്റെ വല്ലിപ്പയായിരുന്ന, ആലിമായിരുന്ന സുലൈമാൻ റഹിമഹുള്ള, അദ്ദേഹത്തിന് ഉഷൈഖറിലായിരുന്നു ഇവരുടെ കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വല്ലിപ്പ ഉഷൈഖറിൽ നിന്ന് പിന്നെ ഉയൈനയിലേക്ക് താമസം മാറുകയാണ് ഉണ്ടായത്. അപ്പൊ ഉഷൈഖറിൽ റിയാദിനടുത്ത പ്രദേശമാണ്. ഈ ഷെയ്ഖിന്റെ വല്ലിപ്പാക്ക് 2 തോട്ടങ്ങളുണ്ടായിരുന്നു, 2 കൃഷിയിടങ്ങൾ. അങ്ങനെ ആ കൃഷിയിടം ആ നാട്ടിലെ ചില ആളുകൾ കൈയടക്കി. അവർ പതുക്കെ അതിന്റെ അവകാശം കൈയടക്കി. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ദഅവത്ത് ആ നാട്ടിൽ അറിയപ്പെട്ടു. അദ്ദേഹം പ്രസിദ്ധനായി, ആളുകൾക്കിടയിൽ സ്വീകാര്യനായി. അപ്പൊ ഷെയ്ഖിന്റെ വല്ലിപ്പായുടെ ഈ കൃഷിയിടം ഭൂസ്വത്താണല്ലോ, അത് തങ്ങൾ കൈക്കലാക്കി എന്നറിഞ്ഞ് ഷെയ്ഖ് എന്തെങ്കിലും നടപടിയെടുക്കും. ഷെയ്ഖിന് ആ നാട്ടിലെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഖിലാഫത്തിൽ ഷെയ്ഖിൻ്റെതായ കയ്യൊപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് പേടിച്ചിട്ട് ഈ കയ്യേറിയ ആളുകൾ വന്ന് ഷെയ്ഖിനോട് പറഞ്ഞു, യാ ഷെയ്ഖ് ബി ഐദീന സിബുലുൻ ലക്കും വ അബീക തംദീഹാലി. ഇത് അന്യാധീനമായി കൈവശം വെച്ച ഒരാൾ വന്ന് ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖെ, നിങ്ങൾക്ക് അവകാശപ്പെട്ട വഖഫ് ചെയ്യപ്പെട്ടൊരു ഭൂസ്വത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ പൂർവ്വപിതാക്കൾ ഞങ്ങൾക്ക് സമ്മാനമായി, ദാനമായി നൽകിയതാണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെതിരെ നടപടിയെടുക്കുന്നതാണ് ഈ പറഞ്ഞു വരുന്നത്. ഷെയ്ഖിനറിയാം ഇതുവരെ കയ്യേറിയതാണെന്ന്. ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖ് അവർക്ക് നൽകിയ മറുപടി, ലം തഖുദ് ഇദ്നനാ ഹീനൽ ഇസ്തിലാഇ അലൈഹാ വലൻ നഅതീക ബഅദ ഇസ്തിലാഇക അലൈഹാ. ഇത് കയ്യേറുമ്പോൾ നിങ്ങളാരും ഞങ്ങളുടെ സമ്മതം ചോദിച്ചിട്ടില്ല.
അതുകൊണ്ട് നിങ്ങളുടെ കയ്യേറ്റത്തിന് ശേഷവും നിങ്ങളോട് ഞങ്ങൾ അങ്ങോട്ട് അതിൻ്റെ അവകാശം ചോദിച്ചു വരുന്നില്ല എന്നാണ് അദ്ദേഹം മറുപടി. അത് അവർക്ക് വിട്ടു നൽകിയതാണ്. ഇങ്ങനെ വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ ആളുകൾക്ക് മാപ്പ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പൊതു സ്വഭാവമായിരുന്നു എന്നാണ്. മറ്റൊരു സംഭവം കാണാം. ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഉയൈനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഷെയ്ഖിൻ്റെ ദഅവത്ത് അന്ന് ആ നാട്ടിൽ പറയപ്പെടുന്നത്, ഇന്നത്തെ സൗദി അറേബ്യയിൽ അന്ന് തൗഹീദ് എന്താണെന്നറിയാത്ത, ഇൽമു കൊണ്ടറിയപ്പെട്ട ആളുകൾ വരെ ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാന എന്താണെന്ന് അറിയാത്ത സാധാരണക്കാരല്ല, ഇൽമു കൊണ്ടറിയപ്പെട്ട ആളുകൾ വരെ ഉണ്ടായിരുന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് അറിയാത്ത, തൗഹീദ് എന്തെന്ന് അറിയാത്ത നാട്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ദഅവത്ത് അവിടെ വ്യാപകമായി. ശത്രുക്കൾ ഉണ്ടായി, പലരും അദ്ദേഹത്തിനെതിരെ സൈനിക നടപടികളും യുദ്ധങ്ങളും കോപ്പുകൂട്ടി. അങ്ങനെ ഷെയ്ഖിന്റെ നാട്ടിൽ നിന്ന് അക്കാലഘട്ടത്തിലെ അമീർ മുഅമ്മർ ബിനു ഉസ്മാൻ ബിനു മുഅമ്മർ അദ്ദേഹം ഷെയ്ഖിനോട് പുറത്തു പോകാൻ പറഞ്ഞു. അവിടെ പ്രശ്നമുണ്ടാകുന്നത് പേടിച്ച് തൻ്റെ നാട്ടിൽ നിന്ന് ഷെയ്ഖിനോട് പുറത്തു പോകാൻ ആ നാട്ടിലെ അമീർ ഉസ്മാൻ ബിനു മുഅമ്മർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നീട് ദിറഇയയിലേക്ക്, അവിടെ വെച്ചിട്ടാണ് ഷെയ്ഖ് മരണപ്പെടുന്നത്. ദിറഇ എന്ന റിയാദ് റീജിയനിൽപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലമാണ്. റിയാദിൽ പോയാൽ അറിയാം, റിയാദിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അവിടെയാണ് ഷെയ്ഖിന്റെ മരണം സംഭവിക്കുന്നത്. അവിടെയായിരുന്നു പിന്നീട് ഷെയ്ഖിന്റെ ശിഷ്ടകാല ജീവിതം. അവിടെയായിരുന്നു ഷെയ്ഖിന്റെ ദഅവത്തിനെ ഏറെ സഹായിച്ച മഹാനായ ഇമാം മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് പിന്നീട് സൗദി രാജാക്കന്മാർ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ ദിറഇയിൽ സഹായിച്ചു, അദ്ദേഹത്തിന് പിൻബലം നൽകി. ഇത് ഉയൈനയിലെ അദ്ദേഹത്തിന്റെ മുൻ ഇമാമിന് പ്രയാസമുണ്ടാക്കി. ഞാനിവിടുന്ന് പുറത്താക്കിയ വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിന് ഖേദമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വിളിച്ചു, ഉയൈനയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പൊ ഷെയ്ഖ് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, ലൈസ ദാലിക ഇലൈ ഇന്നഹു ലി മുഹമ്മദ് ബിൻ സഊദ്. ആ തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്കില്ല. അത് ഇന്ന് എനിക്ക് പിൻബലവും സഹായവും നൽകിയ മുഹമ്മദ് ബിൻ സഊദ്, ദിറഇയയിലെ ഇമാം, ഭരണാധികാരി, അദ്ദേഹത്തിനുള്ളതാണ്. ഫഇൻ അറാദ അൻ അദ്ഹബ മഅക ദഹബ്തു. അദ്ദേഹത്തോടൊപ്പം പോകാനാണ് അദ്ദേഹം എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോകും. വഇൻ അറാദ അൻ ഉഖീമ ഇൻദഹു അഖംതു. അഫൻ, അദ്ദേഹം എനിക്ക് താങ്കളോടൊപ്പം വരാൻ സമ്മതം നൽകിയാൽ ഞാൻ അങ്ങോട്ടേക്ക് ഉയൈനയിലേക്ക് തിരിച്ചു വരും. അദ്ദേഹം ദിറഇയയിൽ അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളാനാണ് എന്നോട് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കും. കാരണം വല അസ്തബ്ദിലു ബിറജുലിൻ തലഖാനി ബിൽ ഖബൂലി ഗൈറഹു. എന്നെ ആരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ എനിക്ക് സ്വീകാര്യതയും സഹായവും പിൻബലവും നൽകിയ അദ്ദേഹത്തിനു പകരമായി അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ മറ്റൊരാളെ സ്വീകരിക്കുന്നത്, മറ്റൊരാളുടെ സഹായം സ്വീകരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രമേൽ നോക്കൂ നിങ്ങൾ, ഭരണാധികാരികൾ, ഭൗതികമായ വാഗ്ദാനങ്ങൾ അത് ആളുകൾ, ഭരണാധികാരികൾ, രാജാക്കന്മാർ വെച്ച് നീട്ടുമ്പോഴും നീതി, അതല്ലെങ്കിൽ തങ്ങളെ സഹായിച്ചവർക്കുള്ള പ്രത്യുപകാരം അദ്ദേഹം മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇക്കാലഘട്ടത്തിലാണെങ്കിൽ ഭൗതികമായൊരു ഓഫർ കിട്ടിയാൽ, അതിനേക്കാൾ വലിയ ഓഫർ അപ്പുറത്തുനിന്ന് കിട്ടിയാൽ ആളുകൾ കൂറുമാറും. ആളുകൾ പിന്നെന്താ പറയാ, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച എന്ന രൂപത്തിൽ ഭൗതികമായി കൂടുതൽ നേട്ടം ലഭിക്കുന്നിടത്തേക്ക് ചേക്കേറും. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അതിലൊന്നും ചൂളിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം വിനയത്തിന്റെ അങ്ങേയറ്റമായിരുന്നാണ്. ഇബ്നു ബിശ്ർ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മാ അലിംന അഹദൻ അൽയന വല അഖ്ഫല മിൻഹു. അദ്ദേഹത്തെക്കാൾ ലോലഹൃദയനായ, വിനയാന്വിതനായ ഒരു വ്യക്തിയെയും എനിക്കറിയുകയില്ല, ഞങ്ങൾക്കറിയുകയില്ല. ജാനിബൻ ലിതാലിബിൽ ഇൽം, അദ്ദേഹത്തിന്റെ അടുത്ത് ദീൻ പഠിക്കുന്ന ആളുകളോടാകട്ടെ, ഔ സായിലിൻ, എന്തെങ്കിലും ദീനിയായ മസലകൾ ചോദിക്കുന്നവരോടാകട്ടെ, ഔ ദി ഹാജത്തിൻ, എന്തെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുന്നവരാകട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഉപകാരം അദ്ദേഹത്തിൽ നിന്ന് എടുക്കുന്നവരാകട്ടെ, അവരോട് അദ്ദേഹത്തെക്കാൾ വിനയാന്വിതനായി ലോലമായി പെരുമാറിയ ഏതു തുറയിലുള്ള ആളുകളോടും ഇത്രമേൽ സൗമ്യതയോടെ പെരുമാറിയ ഒരു വ്യക്തിയെ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അജ്മഅ അഇമ്മത്തുദ്ദീൻ ഫി സമാനിഹി വബഅദ സമാനിഹി.
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ദീനീ രംഗത്തെ ഇമാമിയങ്ങൾ, ഉലമാക്കൾ, ശേഷമുള്ളവരാകട്ടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ളവരാകട്ടെ, അവർക്കിടയിൽ ഇജ്മാ ഉണ്ടായിരുന്നു അലാ തഖദ്ദുമിഹി ഫി ശഅനിഹി വനുബ്ലിഹി. അദ്ദേഹത്തിന്റെ സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ സ്ഥാനവും അദ്ദേഹത്തിന്റെ നേതൃത്വവും അതാണ് മറ്റാരെക്കാളും മുന്നിൽ വെക്കേണ്ടത് എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും പിൽക്കാലഘട്ടത്തിലുമുള്ള ശരിയായ ഇമ്മത്തുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. ഇജ്മാ ഉണ്ട് ആ വിഷയത്തിൽ എന്നത്. ഇത് അദ്ദുററു സനിയ ഫിൽ അജ്വുബത്തി നജ്ദിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട ഇജ്മാ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെപ്പറ്റി പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം തന്നെ എന്തെങ്കിലും തെറ്റുണർത്തുന്നവരെ അതിയായി ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ തന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന അദ്ദേഹം ഇഷ്ടപ്പെടില്ലായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നാണ്, ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറയാറുണ്ടായിരുന്നു, വഇൻ കാന ബലഗക അന്നി ഷൈഉൻ ഫനബ്ബിഹ്നി ജസാകല്ലാഹു ഖൈറാ. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായ ധാരണയുണ്ടെങ്കിൽ അതെന്നോട് ഉണർത്തണം. ജസാകല്ലാഹു ഖൈറ, താങ്കൾക്ക് അതിനുള്ള നന്മയാകുന്ന പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് ഒരാളും മോശമായി വിചാരിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തിരുത്താൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. അത് തിരുത്തണമെന്ന ആളുകളോട് ഉണർത്താറുണ്ടായിരുന്നു. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇൻകാന ജാരിയൻ മിന്നി ഷൈഉൻ തൻഖുദു. നിങ്ങൾക്കാർക്കെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തത്, പറയാൻ പാടില്ലാത്തത് ബോധ്യപ്പെട്ടാൽ ഫതറാനി ഉഹിബ്ബു അൻ തുനബ്ബിഹനി അലൈഹി, നിങ്ങൾ എന്നോട് അത് ഉണർത്തുക എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെക്കുറിച്ച് യാതൊന്നും മോശമായി നിങ്ങൾ ബാക്കിയാക്കരുത്, അതെന്നോട് ഉണർത്തുന്നതാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന അജിദു ഫീ നഫ്സി അന്ന വുദ്ദി മൻ യൻസഹുനി കുല്ലമാ ഗലിത്തു. ഞാൻ എപ്പോഴൊക്കെ എനിക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടോ, എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം എന്നോട് ഗുണകാംക്ഷയോടെ ഉണർത്തുന്നവരോടാണ് എൻ്റെ ഇഷ്ടം എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് വരെ ഇല്ലാത്ത ഗുണമാണിത്. നമ്മുടെ തെറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ, എന്തെങ്കിലും കുറവുകൾ നമ്മോട് ഉണർത്തിയാൽ, നമുക്ക് നസീഹത്ത് നൽകിയാൽ, പിന്നെ നമ്മുടെ ദുനിയാവിൽ ഏറ്റവും വലിയ ശത്രു അവനായി മാറും. അദ്ദേഹത്തെക്കാൾ കനത്ത ശത്രു പിന്നെ വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യം നോക്കൂ. അവരുടെ തെറ്റുകൾ ഉണർത്തുന്ന, അവർക്കതിൽ പിന്നെ നസീഹത്ത് നൽകുന്നവരോട് അവർ ഇഷ്ടം അറിയിച്ചു എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളോട് പറയാറുണ്ടായിരുന്നു പരസ്യമായി, വഇൻ കാന സ്വവാബു മഅഹും ഔ മഅന ശൈഉം മിനൽ ഹഖ് വശൈഉം മിനൽ ബാതിൽ. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കാം ശരി, ചിലപ്പോൾ ഇരു കൂട്ടരിലും ബാത്തിലുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ അടുക്കൽ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് അതിരി കവിഞ്ഞിട്ടുണ്ടാകാം. ഫൽവാജിബു മിൻക മുദാകറതന വനസിഹതന. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടുള്ളത്, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഹക്കിനോട് ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അധികമായി അതിരി കവിഞ്ഞാൽ, അതല്ലെങ്കിൽ ഹക്കിനോടൊപ്പം എന്തെങ്കിലും ബാത്തിൽ കലർന്നാൽ, നമ്മുടെ അടുത്തുള്ള ഹക്ക് അതിന് മാത്രം വിലയിരുത്തി നിങ്ങൾ ബാത്തിൽ ചൂണ്ടിക്കാണിക്കാതിരിക്കരുത്. നമ്മൾ ഹക്കിന്റെ ആളുകളാണ് എന്ന ആളുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം, നമുക്ക് വീഴ്ചകളുണ്ടാകാം. അതുകൊണ്ട് ആ വീഴ്ചകൾ നിങ്ങൾ ഉണർത്താൻ മറക്കരുത്. ചിലപ്പോൾ ഹക്കായിരിക്കും മികച്ചു നിൽക്കുന്നത്, ആ ഹക്കിൽ നമ്മൾ മികച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ അടുക്കലുള്ള വീഴ്ച നിങ്ങൾ ഉണർത്താൻ മടിക്കരുത് എന്ന് അദ്ദേഹം ജനങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുല്ല അദ്ദേഹത്തെ പറ്റി പറയാണ്, ജമഅ ബൈന ഖല്ലതൈ അൽ ഇൽമു വൽ ഹസബ് വൻ നസബ്. ഇൽമും നല്ല കുടുംബ മഹിമയും നല്ല പാരമ്പര്യവും ഒരുമിച്ച വ്യക്തി, വൽ അഖൽ വൽ ഫദ്ൽ, ബുദ്ധിയും അതോടൊപ്പം പോരിശയും സംഗമിച്ച വ്യക്തി, വൽ ഖൽഖ വൽ ഖുലുഖ്, നല്ല സ്വഭാവവും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ നല്ല സൃഷ്ടിപ്പും അല്ലാഹു കനിഞ്ഞു നൽകിയ വ്യക്തി. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ രൂപത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാഹ്യരൂപവും ഉള്ളിലെ സ്വഭാവം ഒരുപോലെ നന്നായിരുന്നു എന്ന് ചുരുക്കം. മഅ സലാമത്തി സ്വദർ, ഹൃദയത്തിൽ യാതൊരു കറയും ബാധിക്കാത്ത വ്യക്തി. വല്ലുതുഫി വറിഫ്, സൗമ്യതയും അതുപോലെ തന്നെ ആളുകളോടുള്ള പെരുമാറ്റത്തിലുള്ള ലോലമായ ഭാവവും കാത്തു സൂക്ഷിച്ച വ്യക്തി.
വഹുസ്നി നിയ്യതി വതീബി തവിയ്യതി, നല്ല ഉദ്ദേശശുദ്ധിയും ജനങ്ങളോടുള്ള നല്ല വിചാരവും കാഴ്ചവെച്ച വ്യക്തി എന്ന് അദ്ദേഹത്തെ പറ്റി പിൽക്കാലക്കാരായ ഉലമാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു കാനദ റഈൻ ശദീദിൻ വഫിറാസത്തിൻ, നേരായ അഭിപ്രായം. എന്തെങ്കിലും വിഷയത്തിലൊരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് ശരിയായ അഭിപ്രായമായിരിക്കും. അതുപോലെ തന്നെ ആളുകളെ മനസ്സിലാക്കി അഭിപ്രായം പറയാനും ഉപദേശിക്കാനും അദ്ദേഹത്തെ. ഫിറാസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുണ്ടല്ലോ, ചില ആളുകളെ നോക്കി അവരെ വിലയിരുത്തും. അത് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകം കഴിവാണ്. ആളുകളുടെ മുഖം നോക്കി, ആളുകളുടെ ബാഹ്യരൂപം നോക്കി അവരെ വിലയിരുത്താൻ സാധിക്കും. അങ്ങനെ ആളുകൾക്ക് ഉപദേശം നൽകാൻ സാധിക്കും. അങ്ങനെ കൃത്യമായ അഭിപ്രായം, കൃത്യമായ നേരായ അഭിപ്രായ പ്രകടനം നടത്താൻ സാധിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഖാന സംഹൻ ജവാദൻ കരീമൻ, വിശാല ഹൃദയനും ഔദാര്യവാനും ജനങ്ങൾക്ക് ധാരാളമായി സ്വതക്ക ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദാനധർമ്മങ്ങൾ ഏറ്റുവാങ്ങാത്ത ആളുകൾ വളരെ കുറവായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ കാണാൻ വരുന്ന വിദൂര നാടുകളിൽ വരുന്ന യാത്രാസംഘങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ദീനിയായ വിഷയങ്ങൾ ഫത്വ ചോദിക്കാൻ വരുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ അതിഥികൾ, അങ്ങനെയുള്ള ധാരാളം പേർക്ക് വേണ്ടി കടങ്ങൾ സ്വയം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു എന്നാണ്. പിന്നീട് കാണാം ഷെയ്ഖുൽ ഇസ്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കടങ്ങൾ ഏറ്റെടുത്ത് അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്രയോ കടങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം കടങ്ങളല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റെടുത്ത കടങ്ങൾ. അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തായി ഒരു ദീനാറും ഒരു ദിർഹം ഉണ്ടായിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പേരക്കുട്ടി പറയാണ്, അതിനുശേഷം വരുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പേരക്കുട്ടി പറയാണ്, അദ്ദേഹത്തിന് അനന്തര സ്വത്തായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വീതിച്ചു നൽകാൻ ഒരു ദീനാറും ദിർഹമും ബാക്കി ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്തായിരുന്നു? എന്നാൽ ഈ പറഞ്ഞ വിദൂര നാടുകളിൽ നിന്ന് അദ്ദേഹത്തെ കാണാമെന്ന അതിഥികൾ, ചോദിക്കാൻ വരുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ഏറ്റെടുത്ത കടങ്ങളായിരുന്നു അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നത്. ഖാന ബൈത്തുൽ മാലി തഹ്ത യദി, ആരായിരുന്നു അദ്ദേഹം? ബൈത്തുൽ മാലിന്റെ അധികാരം അന്നത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സൗദി അറേബ്യയുടെ ഖജനാവിന്റെ അധികാരം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നു ഗന്നാം പറയാണ്, ഒരു ദീനാറും ദിർഹമും ബാക്കി വെക്കാതെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അനന്തരാവകാശികൾക്ക് ഒരു സ്വത്തും വീതിക്കാതെയാണ് അദ്ദേഹം മരിച്ചത്. മരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത കടങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക ജീവിതം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക നിലവാരം എന്ന് പറഞ്ഞാൽ ശദീദു ദക്ക, നല്ല പൂർണ്ണ ബുദ്ധിയുള്ള ആളായിരുന്നു. ശരി അൽ ഹിഫ്ദ്, പെട്ടെന്ന് കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്ന വ്യക്തിയായിരുന്നു. ഹാദ് അൽ ഫഹം, കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാനുള്ള കുശാഗ്ര ബുദ്ധി, മൂർച്ചയേറിയ ബുദ്ധി വൈഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. അതിന്റെ അടയാളമാണ് അദ്ദേഹം 10 വയസ്സിന് മുമ്പ് തന്നെ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കി. അദ്ദേഹത്തിന്റെ 10 വയസ്സിന് മുമ്പ് തന്നെ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കി. എണ്ണമറ്റ ഹദീസുകൾ അദ്ദേഹം ഹിഫ്ള് ചെയ്തു. ഇബ്നു ഖാസിം റഹിമഹുള്ള അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഹിഫ്ളിലും ഹദീസിലുമുള്ള കഴിവ് അത് അനിതര സാധാരണമായിരുന്നു. അദ്ദേഹത്തെ പോലെ ഹിഫ്ളിന് കഴിവുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. അദ്ദേഹം ഹിഫ്ളിൽ കഴിവുള്ളവനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ദീനിയായ മസലകൾ അദ്ദേഹം ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ദലീലുകൾ കോട്ട് ചെയ്യും. ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ അദ്ദേഹം നിഷ്പ്രയാസം എന്ത് ചെയ്യും? കോട്ട് ചെയ്യും. അത് അദ്ദേഹം ഹിഫ്ളിൽ നിന്നെടുത്ത് സംസാരിക്കുന്നതായിരിക്കും. അത്രമേൽ അദ്ദേഹത്തിനോളം ഹിഫ്ളുള്ള ഒരാളെയും ഞങ്ങളെ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയണം. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സൽകീർത്തി, വൈജ്ഞാനിക പാടവം ആ നാട്ടിൽ പരക്കെ അറിയപ്പെട്ടിരുന്നു. അതിന് ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്നത്, അദ്ദേഹത്തിന്റെ പിതാവായ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, അദ്ദേഹം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു അഹ്മദുൽ മൻകൂർ റഹിമഹുല്ല. അഹ്മദുൽ മൻകൂർ റഹിമഹുല്ലക്ക് ഒരു കത്തെഴുതി. ആ കത്തിന്റെ അവസാനത്തിൽ ആ കത്തിന്റെ ശരിയായ ഹത്ത്, അതിന്റെ കൈപ്പടയിൽ എഴുതിയ കോപ്പി പിന്നെ ഈ കിതാബിൽ ഷെയ്ഖ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഈ ഗ്രന്ഥകർത്താവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കത്തിലെ അവസാനം ഷെയ്ഖ് ഈ വലിയ പണ്ഡിതനോട് തന്റെ മകന്റെ സലാം അറിയിക്കുന്നുണ്ട്. അന്ന് ഷെയ്ഖിന്റെ പ്രായം 10 വയസ്സാണ്. 10 വയസ്സുള്ളപ്പോൾ അന്ന് നാട്ടിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനോട് പണ്ഡിതനായ തന്റെ പിതാവ് തന്റെ മകന്റെ സലാം അറിയിക്കുകയാണ്. ഇത് വെറുതെ നമ്മളെ നാട്ടിലെ എന്താ പറയാ വാപ്പാരുടെ പൊങ്ങച്ചല്ല. നമ്മുടെ നാട്ടിലെ വാപ്പാരല്ല, മക്കൾക്ക് എന്തെങ്കിലും ചെറിയൊരു
ഇത് കിട്ടിക്കഴിഞ്ഞാൽ നാടൊട്ടാകെ പാടി നടക്കും. അങ്ങനെയുള്ള പാരമ്പര്യം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കും അതുപോലെ തന്നെ അറബികൾക്ക് പൊതുവേ ഇല്ല. ഇല്ലാത്തൊരു ക്രെഡിറ്റിന് വേണ്ടി അവർ വാദിക്കില്ല. മറിച്ച് വലിയ പണ്ഡിതന്മാരോട് തൻ്റെ ചെറിയ കുട്ടിയെക്കുറിച്ച് ആ പണ്ഡിതൻ അദ്ദേഹത്തെ അറിയണം എന്നുള്ളതാണ്. അദ്ദേഹം തൻ്റെ മകനെക്കുറിച്ച് അറിയുന്ന അന്വേഷിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ് തൻ്റെ മകൻ്റെ സലാം, 10 വയസ്സുള്ള മകൻ്റെ സലാം പണ്ഡിതനായ അദ്ദേഹം വലിയൊരു പണ്ഡിതനെ എഴുത്തിലൂടെ അറിയിക്കുന്നത്. അത്രമേൽ പണ്ഡിതന്മാർക്കിടയിൽ അക്കാലഘട്ടത്തിൽ 10 വയസ്സുള്ള അബാലൻ അറിയപ്പെട്ടിരുന്നതാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഇൽമിന്റെ പാരമ്പര്യം. 12ാമത്തെ വയസ്സിൽ തൻ്റെ നാട്ടിലെ മസ്ജിദിൽ ഷെയ്ഖിന്റെ വാപ്പ മകനെ ഇമാമായി നിശ്ചയിച്ചു. 12ാമത്തെ വയസ്സ് മുതൽ നാട്ടിൽ അദ്ദേഹം ഇമാമായി നിൽക്കാറുണ്ടായിരുന്നു. 10 വയസ്സിന് മുമ്പേ ഹിഫ്ള് പൂർത്തിയാക്കിയിരുന്നു. 12ാമത്തെ വയസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഷെയ്ഖിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉലമാക്കൾ ഉണ്ടായിരുന്നു എന്ന്. ഷെയ്ഖിന്റെ ഉപ്പ, വെല്ലിപ്പ, ഉപ്പായുടെ സഹോദരന്മാർ, അമ്മായിയുടെ മക്കൾ, ഉപ്പാന്റെ സഹോദരന്റെ മക്കൾ, വെല്ലിപ്പ, ഇങ്ങനെ തുടങ്ങി ഷെയ്ഖിന്റെ കുടുംബത്തിൽ മുഴുവൻ ഉലമാക്കളായിരുന്നു. 12ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവിനോടും തൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളോടും ഇൽമിയായ വിഷയത്തിൽ അദ്ദേഹം ആരോഗ്യകരമായി സംവദിക്കാറുണ്ടായിരുന്നു, ചർച്ചകൾ നടത്താറുണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ പല കിതാബുകളും ആ പ്രായത്തിൽ അഷ്റഫുൽ കബീർ, അൽ മുഗ്നി, അൽ ഇൻസാഫ്, അതുപോലെ തന്നെ അൽ മുൻതഹ, അൽ ഇഖ്നാ, ഇങ്ങനെ പറയുന്ന ധാരാളം കിതാബുകൾ വായിച്ച് അതിലുള്ള സംശയങ്ങൾ 12ാമത്തെ വയസ്സിൽ തന്നെ തൻ്റെ പിതാവിനോടും പിതൃവ്യന്മാരോടും അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സഹോദരൻ റഹിമഹുല്ലാ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം പറയാണ്, കാന അബൂഹു യതഅജ്ജബു മിൻ ഫഹ്മിഹി, തങ്ങളുടെ പിതാവ് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ബുദ്ധിവൈഭവവും അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പാഠവും കൊണ്ട് അത്ഭുതപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ തൻ്റെ സഹോദരന്റെ അറിവിൽ നിന്ന് തൻ്റെ പിതാവ് ഉപകാരമെടുത്തിരുന്നു. തനിക്ക് അവനിൽ നിന്നും പലതും മനസ്സിലാക്കാനുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. സ്വന്തം പിതാവ് തൻ്റെ മകനെക്കുറിച്ച് തൻ്റെ ഇൽമിന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, ഇൽമിന്റെ പാഠവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പുണ്ടായിരുന്നു എന്ന് തൻ്റെ സഹോദരൻ പറയാണ്, സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി, ഷെയ്ഖിന്റെ പേരക്കുട്ടി, അദ്ദേഹം പറയാണ്, സമിഅ മിൻ വാലിദിഹി വമിൻ ഫുഖഹാഇ നജ്ദിഹി ഫി വഖ്തിഹി, തൻ്റെ പിതാവിൽ നിന്നും അക്കാലഘട്ടത്തിൽ നജ്ദ് ജീവിച്ചിരുന്ന ഉലമാക്കളിൽ നിന്നെല്ലാം അദ്ദേഹം ഇൽമ് എടുത്തിട്ടുണ്ട്, ദീൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമു കൊണ്ടും ബുദ്ധിസാമർഥ്യം കൊണ്ടും അദ്ദേഹം ആ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും പേരെടുത്തു കഴിഞ്ഞിരുന്നു അള്ളാഹുവിന്റെ തൗഫീഖിനാൽ. ഇതാണ് അദ്ദേഹത്തിന്റെ വൈജ്ഞാനികമായ നിലവാരം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ, സഹോദരങ്ങൾ, ഞാൻ ഈ പറയുന്നത് വെറുതെ ഒരു കഥ കേൾക്കുന്ന പോലെ ഇരിക്കരുത്. ഈ പാരമ്പര്യം നമ്മൾ അയവർക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുക, അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കുക, നമ്മൾ ഇതുപോലെ ആകാൻ ശ്രമിക്കുക. ഈ മഹത്തായ ദീനിന്റെ ഇത്തരത്തിലുള്ള പാരമ്പര്യം പേറുന്ന സലഫിയത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. നമുക്കിതൊന്ന് ചിന്തിക്കാനോ ഇതൊന്ന് സ്വപ്നം കാണാനോ അങ്ങനെയൊന്ന് മോഹിക്കാനോ പോലും സാധിക്കുന്നില്ല എങ്കിൽ, ഇങ്ങനെ നടക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുന്നില്ല, അങ്ങനൊരു ചിന്ത, അങ്ങനൊരു മോഹം, അങ്ങനൊരു ആഗ്രഹമെങ്കിലും നമുക്കുണ്ടായി എങ്കിൽ അതാണ് ഈ സംസാരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ പ്രതാപത്തിന്റെയും നമ്മുടെ ഇസ്സത്തിന്റെയും നമുക്ക് അല്ലാഹു നൽകിയ സഹായത്തിന്റെ വിജയത്തിന്റെ ഒക്കെ പാരമ്പര്യം ഇതാണ്. ഈ പാരമ്പര്യത്തിലാണ് നമ്മൾ ഊട്ടപ്പെട്ടിട്ടുള്ളത്. ഇതിലൂടെയാണ് നമ്മുടെ ദീൻ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ച ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പ്രബോധനത്തിന്റെ സ്വാധീനം, അതിന്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് നമുക്കെല്ലാം തൗഹീദും ശരിയായ ഇസ്ലാമിന്റെ അടിത്തറയുമെല്ലാം മനസ്സിലാക്കാൻ അതൊരു കാരണമാണ് എന്നാണ് ഞാൻ ഈ സംസാരം കൊണ്ട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖിന്റെ ഇബാദത്തുകൾ നോക്കൂ നിങ്ങൾ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എല്ലാ രംഗത്തും സമാനതകളില്ലാത്തവരായിരുന്നു. അദ്ദേഹത്തിന്റെ ഇബാദത്തുകളെ കുറിച്ച് പറയാണ്, അദ്ദേഹം ഇഖ്ലാസിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചിരുന്ന വ്യക്തിയായിരുന്നു. സ്വന്തം നഫ്സിനെയും മറ്റുള്ളവരെ എപ്പോഴും ഇഖ്ലാസിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുമായിരുന്നു. അൽ വാജിബു അലൽ കുല്ലി മിന്ന വമിൻകും അന്നഹു യഖ്സിദു ബിഇൽമിഹി വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് എന്തൊരു അക്ഷരം നിങ്ങൾ പഠിക്കുന്നുണ്ടോ അല്ലാഹുവിന് വേണ്ടി മാത്രം എന്ന് നിങ്ങൾ ഇഖ്ലാസിന്റെ നിയ്യത്ത് സ്ഥാപിക്കണം. അത് നമുക്കുമേൽ നിർബന്ധമാണ്
എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. രാത്രി ധാരാളമായി അദ്ദേഹം നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. കാന യുഹ്യി കസീറൻ മിനൽ ലൈലി ബിസ്സലാ, തഹജ്ജുദ് നിസ്കാരം അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. രാത്രി ആരും കാണാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ അദ്ദേഹം ധാരാളമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു. പകലിൽ അദ്ദേഹം ഗ്രന്ഥരചനയിലും ആളുകളെ ദീൻ പഠിപ്പിക്കുന്നതിലും മുഴുകുമായിരുന്നു. രാത്രി തഹജ്ജുദിലും ഖുർആൻ പാരായണത്തിലും മുഴുകുമായിരുന്നു. കാന കസീറ ദിക്രിലില്ല, എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് പച്ച പിടിച്ച നാവായിരുന്നു അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതെപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് ദിക്ർ ഉരുവിടാറുണ്ടായിരുന്നു. ഹദീസിൽ പ്രത്യേകം വന്ന ദിക്റുകളാണല്ലോ. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന, നാവിൽ ഏറ്റവും ലളിതമായ, മഹത്തായ പ്രതിഫലമുള്ള, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ദിക്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ദിക്റുകൾ അദ്ദേഹം അതുപോലെ ആവർത്തിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ പറ്റി പറയണം. ഇപ്പൊ അദ്ദേഹം ഒരു മജ്ലിസിലേക്ക് വരികയാണ്, ജനങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോ അദ്ദേഹത്തെ കാണാതെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മജ്ലിസിൽ അദ്ദേഹം വരുന്നു, അദ്ദേഹത്തെ എത്താനായിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ മജ്ലിസിന്റെ അടുത്തെത്തി, ഇപ്പൊ പ്രവേശിക്കും എന്ന ആളുകൾ മനസ്സിലാക്കിയിരുന്ന അദ്ദേഹം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അദ്ദേഹം ദിക്ർ ചെയ്യുന്ന ആളുകൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ദിക്ർ ചെയ്തിട്ടാണ് മജ്ലിസിലേക്ക് വരിക. അപ്പൊ നോക്കൂ നിങ്ങൾ, അങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. തസ്ബീഹ് കൊണ്ടും തഹ്മീദ് കൊണ്ടും തഹ്ലീൽ കൊണ്ടും തക്ബീർ കൊണ്ടും. തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണുള്ളത്, അതിന്റെ തുടക്കത്തിലാണുള്ളത്. ഇത് ഈ മാസത്തിൽ പ്രത്യേകം തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിൽ ആവർത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കൽപ്പനയുണ്ട്. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും അദ്ദേഹം മജ്ലിസിലേക്ക് വരുമ്പോഴും മജ്ലിസിലിരിക്കുമ്പോഴും ആവർത്തിച്ച് ഉരുവിടാറുണ്ടായിരുന്നു. മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പറ്റി ഇത് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ആരെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നതിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ നടക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇബ്നു ബാസിനെ പറ്റിയും റഹിമഹുല്ലാഹ് ഇത് പറയാറുള്ളതായി കേൾക്കാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, കാനത് ഹാലുഹു റഹിമഹുല്ലാഹ് ഫിൽ ഇബാദതി വസ്സുഹ്ദി വൽവറഇ മഷ്ഹൂറതൻ ബൈനൽ അനാം. അദ്ദേഹത്തിന്റെ ഇബാദത്തിലും ഭൗതിക വിരക്തിയിലും സൂക്ഷ്മതയിലുമുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ അക്കാലഘട്ടത്തിലെ ആളുകൾക്കിടയിൽ വിശ്വപ്രസിദ്ധമായിരുന്നു. ഈ ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റിയാണ് ജൂതന്റെ ചാരൻ, ഇസ്ലാമിനെ കൂട്ടിക്കൊടുക്കാൻ വന്നവൻ, പുതിയ ദീനും കൊണ്ടുവന്ന എന്താ പറയാ ആധുനിക മജൂസി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അക്കാലഘട്ടത്തിൽ ഒരാൾക്കും അദ്ദേഹത്തിന്റെ ഇബാദത്തിന്റെ വിഷയത്തിലോ ഭൗതിക വിരക്തിയുടെ വിഷയത്തിലോ വറഇന്റെ വിഷയത്തിലോ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശരി, ഇതായിരുന്നു ഷെയ്ഖിന്റെ ഇബാദത്തുകൾ. ഇനി ഷെയ്ഖിന്റെ ഇൽമ് തേടിയുള്ള യാത്രകൾ അപാരമാണ്. അദ്ദേഹം ആദ്യം ഇൽമ് തേടിയത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ഉയൈനയിൽ നിന്നാണ്. ആദ്യം തന്റെ പിതാവിന്റെ അടുത്തുനിന്ന്, തന്റെ വല്ലിപ്പായുടെ അടുത്തുനിന്ന്, അതുപോലെ തന്നെ തന്റെ ഉപ്പായുടെ സഹോദരന്മാർ, അമ്മായിയുടെ മകൻ, അഹ്സായിലുള്ള വലിയ പണ്ഡിതൻ, ഇവരിൽ നിന്നെല്ലാം അദ്ദേഹം ഇൽമു സ്വീകരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മക്കയിലേക്ക് ഒരുപാട് യാത്ര നടത്തി, മദീനയിലേക്ക്, ഇറാഖിലെ ബസ്രയിലേക്ക്, ബഗ്ദാദിലേക്ക് ഒരുപാട് തവണ ഇൽമു തേടി അദ്ദേഹം യാത്ര നടത്തി. അവിടെ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ഉലമാക്കളിൽ നിന്നും അദ്ദേഹം ഇൽമു കരസ്ഥമാക്കുകയുണ്ടായി. അവരുടെ മജ്ലിസുകളിൽ സംവദിക്കുകയുണ്ടായി, ചർച്ച ചെയ്യുകയുണ്ടായി, ഉപകാരമെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം ഉയൈനയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ 12ാമത്തെ വയസ്സിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. 12ാമത്തെ വയസ്സിൽ, തന്റെ ജന്മനാട്ടിൽ നിന്ന് 12ാമത്തെ വയസ്സിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹജ്ജ് ചെയ്തു. എന്നിട്ട് ഹജ്ജ് പൂർത്തിയാക്കിയതിനു ശേഷം മദീനയിലേക്ക് അവിടുത്തെ ഉലമാക്കളെ ലക്ഷ്യമാക്കി അദ്ദേഹം യാത്ര ചെയ്തു. മദീനയിൽ 2 മാസം അവിടെ താമസിച്ചു. അവിടുത്തെ ഉലമാക്കളുമായി അദ്ദേഹം മജ്ലിസ് പങ്കിട്ടു. പിന്നീട് ഉയൈനയിലേക്ക്, നാട്ടിലേക്ക് മടങ്ങി വന്നു. ഉപ്പാന്റെ അടുത്തും പിതൃവ്യന്മാരുടെ അടുത്തും പഠിച്ചു. അങ്ങനെ അവിടെ നിന്നാണ് അദ്ദേഹം, ആ കാലഘട്ടത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ മദ്ഹബിൽ രചിക്കപ്പെട്ട ഫിഖ്ഹ് അദ്ദേഹം കരസ്ഥമാക്കുന്നത്. പിന്നീട് വീണ്ടും മക്കയിലേക്ക് പലതവണ പോയി അവിടുത്തെ ഉലമാക്കളെ സന്ദർശിക്കാൻ വേണ്ടി. മദീനയിലേക്ക് തിരിച്ചു വന്നു. മദീനയിൽ ധാരാളം വർഷം നിന്നു.
അവിടെയുള്ള ഉലമാക്കൾ, പ്രസിദ്ധരായ ഉലമാക്കൾ, അന്ന് മദീനയിൽ ജീവിച്ചിരുന്ന ഉലമാക്കളിൽപ്പെട്ട മഹാന്മാരായ ഉലമാക്കളിൽപ്പെട്ടവരായിരുന്ന അൽ മുഹദ്ദിസായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഇബ്രാഹിം ഇബ്നു സൈഫ് അൻ-നജ്ദി അദ്ദേഹം, അതുപോലെ തന്നെ മുഹദ്ദിസുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹയാത്ത് ഇബ്നു മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അസ്-സിന്ദി അദ്ദേഹത്തിന് സ്വഹീഹുൽ ബുഖാരിക്ക് പിന്നെ അടിക്കുറിപ്പായി ഹാഷിയ രചിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് ഹയാത്ത് ഇബ്നു മുഹമ്മദ് ഇബ്രാഹിം അസ്-സിന്ദി. മുഹദ്ദിസുൽ ഹറമൈൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, وكان له أكبر الأثر في توجيهه إلى إخلاص توحيد عبادة الله والتخلص من دق التقليد الأعمى والاشتغال بالكتاب والسنة. ഈ മുഹദ്ദിസുൽ ഹറമൈൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹയാത്ത് ഇബ്നു മുഹമ്മദ് ഇബ്രാഹിം അസ്-സിന്ദി റഹിമഹുല്ലാഹ് അദ്ദേഹവുമായുള്ള സഹവാസം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്ക്ക് വലിയ സ്വാധീനമുണ്ടാക്കി. ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കാനും ദീൻ അന്ധമായി, തെളിവില്ലാതെ ആളുകളെ അന്ധമായി അനുകരിച്ച് ദീൻ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിന്ന് ഖുർആനിനെയും സുന്നത്തിനെയും അന്ധമായി പിൻപറ്റാനുമെല്ലാം ഊർജം പകർന്നത് ഈ ഷെയ്ഖിന്റെ സഹവാസവുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷെയ്ഖ്മാരിൽപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു, മദീനയിൽ ഉണ്ടായിരുന്ന ഷെയ്ഖായിരുന്നു അൽ മുഹദ്ദിസ് ഇസ്മാഈൽ ഇബ്നു മുഹമ്മദ് അജലൂനി അദ്ദിമിഷ്ഖി, അൽ മുഹദ്ദിസ് അലി അഫന്ദി ഇബ്നു സാദിഖ് അദ്ദാഗിസ്താനി. ഇങ്ങനെ ധാരാളം ഉലമാക്കളുമായി അദ്ദേഹം കാലഘട്ടത്തിൽ സഹവസിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വന്നു. നാട്ടിൽ നിന്ന് വിദൂരത്തുള്ള ഇറാഖിലെ ബഗ്ദാദിനടുത്ത് ബസ്രയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു. അവിടെ ധാരാളം കാലം നിന്നു. അവിടെ ലഭിക്കുന്ന കിതാബുകളെല്ലാം അദ്ദേഹം മനനം ചെയ്തു. ഹദീസിലും ഫിഖഹിലും ഭാഷയിലുമുള്ള ധാരാളം കിതാബുകൾ അവിടുന്ന് പഠിച്ചു. അന്ന് ജീവിച്ചിരുന്ന ബസ്രയിലെ പ്രസിദ്ധരായ ഉലമാക്കളിൽ നിന്നെല്ലാം പഠിച്ചു. മുഹമ്മദുൽ മജ്മൂഇ അൽ ബസ്രി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഷെയ്ഖായിരുന്നു അവിടുത്തെ ഷെയ്ഖിന്റെ പ്രധാനപ്പെട്ട ഗുരുനാഥൻ. പിന്നീട് അദ്ദേഹം ബസ്രയിൽ നിന്ന് അഹ്സായിലേക്ക് തന്റെ അമ്മായിയുടെ മകൻ പ്രസിദ്ധനായ അഹ്സായിലെ കിബാറുകളിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫൈറൂസ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിച്ചു. പിന്നീട് വീണ്ടും അഹ്സായിൽ നിന്ന് ബസ്രയിലേക്ക് പോയി, ഇറാഖിലേക്ക്. അവിടെ ഷെയ്ഖ് അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെ വീണ്ടും പോയി കണ്ടു. ഷെയ്ഖിന്റെ പേരക്കുട്ടിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അലത് ഹിമ്മത്തുഹു ഇലാ തലബി തഫ്സീർ വൽ ഹദീസ് ഫസാഫറ ഇലൽ ബസ്രി ഗൈർ മറ. എന്തിനാണ് ഇടക്കിടക്ക് അദ്ദേഹം ഇറാഖിലെ ബസ്രയിലേക്ക് ഇങ്ങനെ പോയിരുന്നത്? അവിടെ തഫ്സീറിലും ഹദീസിലും രചിക്കപ്പെട്ട കിതാബുകളും ആ വിഷയത്തിൽ പ്രസിദ്ധരായ ഉലമാക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം തവണ ആ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാൻ അദ്ദേഹം ബസ്രയിലെ ഉലമാക്കളെ കാണാൻ വേണ്ടി നിരന്തരം യാത്രകൾ നടത്താറുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ബസ്രയിൽ നിന്ന് ഹജ്ജ് ഉദ്ദേശിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഹജ്ജ് പൂർത്തീകരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അയ്യുദ്ഹിറ ഹാദ ദീന ബിദഅവതി വഅയർസുഖൽ ഖബൂൽ മിനൻ നാസ്. ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ എനിക്ക് സഹായം നൽകണേ. ജനങ്ങൾക്കിടയിൽ ഈ ദീനിനെ, എൻ്റെ ദഅവത്തിന് നീ സ്വീകാര്യം നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹം ഹജ്ജ് ചെയ്ത് മദീനയിലെത്തി. വീണ്ടും മദീനയിലുള്ള ഉലമാക്കളുമായി ചർച്ച നടത്തി, അവരുമായി സഹവസിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഈ അവസാനം മദീനയിൽ പോയ സമയത്താണ് അദ്ദേഹം പിന്നെ സ്വഹീഹുൽ ബുഖാരി തൻ്റെ കൈപ്പട കൊണ്ട് എഴുതിയെടുത്തു എന്നാണ്. സ്വഹീഹുൽ ബുഖാരി മുഴുവൻ ഖത്തായി തൻ്റെ കൈപ്പട കൊണ്ട് എഴുതിയെടുത്തു. അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന 4 വോള്യങ്ങളുള്ള കിതാബ്, ഇബ്നു മാലിക്കിന്റെ നഹ്വിൽ അറിയപ്പെട്ടിട്ടുള്ള അൽഫിയ, ഇതെല്ലാം അദ്ദേഹം കൈപ്പട കൊണ്ട് എഴുതിയെടുത്തു, മനഃപ്പാടമാക്കി. അദ്ദേഹത്തിന്റെ അവസാനത്തെ മദീന സന്ദർശനത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. പിന്നീട് അദ്ദേഹം നജ്ദ് ലക്ഷ്യമാക്കി തന്റെ പിതാവ് അവസാനം ഖാദിയായിരുന്ന ഹുറൈമലയിലേക്ക് വന്നു. അവിടെ വർഷങ്ങളോളം നിന്നു. പിതാവിന്റെ അടുത്ത് നിന്ന് അവസാനം വീണ്ടും പഠിച്ചു. നോക്കൂ നിങ്ങൾ, എത്രയാണ് അദ്ദേഹം പഠിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചതും യാത്രകൾ ചെയ്തതും. വീണ്ടും ഉപ്പാന്റെ അടുത്തുനിന്ന് തഫ്സീറിന്റെയും ഹദീസിന്റെയും ഉസൂലിന്റെയും കിതാബുകൾ പഠിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെയും കിതാബുകൾ വീണ്ടും മനനം ചെയ്തു. അങ്ങനെ കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും അദ്ദേഹം ഇൽമ് സമ്പന്നമാക്കി. പിന്നീട് തന്റെ നാട്ടിൽ ദഅവത്തിന് വേണ്ടി ഇറങ്ങി. ഇങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ദഅവത്ത് നടത്തിയത്. ആ ദഅവത്തിന്റെ സ്വീകാര്യതയാണ് നമ്മുടെ നാട്ടിലും പ്രതിധ്വനിച്ചത്. ഇങ്ങനെയാണ് ഉലമാക്കൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിയത്. ഇത് ഇന്നലെ ആരെങ്കിലും എന്തെങ്കിലും കിട്ടി,
മാറുമ്പോഴത്തേക്ക് ഇന്ന് അതും കൊണ്ട് മുർവൈദിനായി ഇറങ്ങുക എന്നുള്ളത് അതെത്രത്തോളം ഈ ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങളോടും ദഅവത്തിനോടും കാണിക്കുന്ന എന്താ പറയുക മര്യാദകേടാണ് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ യാത്രകൾ, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ യാത്രകൾ, അത് മൊത്തത്തിൽ വിലയിരുത്തിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഖാസിം ഹഫിളഹുല്ല അദ്ദേഹം പറയാണ് 20,000 കിലോമീറ്ററിലേറെ അക്കാലഘട്ടത്തിൽ അദ്ദേഹം നിരന്തരം യാത്ര ചെയ്തു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 20,000 കിലോമീറ്ററിലേറെ അദ്ദേഹം യാത്ര ചെയ്യുകയുണ്ടായി എന്ന് അദ്ദേഹത്തെ പറ്റി പറയാണ്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി പറയാണ്, അദ്ദേഹം അങ്ങനെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി. ഇൽമും ഫഹ്മും ഹിഫ്ളും അദ്ദേഹം സ്വരുക്കൂട്ടി. നിരന്തരമായ വൈജ്ഞാനിക യാത്രകളിലൂടെ അദ്ദേഹം ഹിഫ്ള് ഉണ്ടാക്കി. കൃത്യമായി ദീനിന്റെ മസലകൾ മനസ്സിലാക്കി. കിതാബുകളിൽ നിന്ന് ഉലമാക്കളുടെ അടുത്തുനിന്ന് അത് മനഃപ്പാടമാക്കി. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി തംയീസിൽ ഹഖ് മിനൽ ബാത്തിൽ, ബാത്തിലിനെ ഹക്കിൽ നിന്ന് വേർതിരിക്കാൻ, അതുപോലെ തന്നെ തൗഹീദിനെയും അതിനെതിരായ ശിർക്കിനെയും ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. വസബീല അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ശരിയായ പാത ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. വമഅരിഫത മാ ഖാലഫ സുന്ന മിനൽ ബിദ്അ, സുന്നത്തിനോടെതിരായ ബിദ്അത്തിന്റെ കക്ഷികളെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ, ആളുകൾക്ക് അതിൽ നിന്ന് തഖീദ് നൽകാൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഹത്തായ വൈജ്ഞാനികമായ പാഠവും ദീനിലേക്ക് ആളുകളെ ദഅവത്ത് ചെയ്യാനുള്ള ധൈര്യവും പകർന്നു നൽകി. മുൻഗാമികളായ വലിയ ഉലമാക്കളോട് സാദൃശ്യം പുലർത്തുന്ന സലഫു സ്വാലിഹീങ്ങളുടെ പാരമ്പര്യം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മഹാനായ മുജദ്ദിദായ ഇമാമായ അദ്ദേഹം മാറുകയുണ്ടായി. ഇതാണ് അദ്ദേഹത്തിന്റെ ദഅവത്ത്. സഹോദരങ്ങളെ, ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ ഇനിയും ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് പറയാനും സംസാരിക്കാനും നമുക്കുണ്ട്. തൽക്കാലം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള സംസാരം ഇവിടെ ഈ രൂപത്തിൽ സംഗ്രഹിക്കാം. നമ്മൾ തുടരണോ? സമയമുണ്ടോ? വഫാത്ത് ഹിജറ 1206, ഹിജറ 1206, 1115 അദ്ദേഹം ജനിച്ചത്. മരിച്ചത് ഇന്നത്തെ റിയാദിന്റെ റീജിയനിൽപ്പെട്ട ദിറഇയയിലെ അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹം താമസിച്ച നാട്ടിലാണ്. ഹിജറ 1206. അപ്പൊ എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു? 91 വയസ്സ് പ്രായം അല്ലേ? 1115 ജനിച്ചു, 1206 മരണപ്പെട്ടു. 91 വയസ്സ് പ്രായമായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ കിതാബിലേക്ക് കടക്കേണ്ടല്ലോ, ഇവിടെ കൺക്ലൂഡ് ചെയ്യല്ലേ? ഇൻഷാ അള്ളാഹ് അടുത്ത മജ്ലിസിൽ അടുത്ത ആഴ്ച നമ്മൾ ഉസൂലുസ് സലാസ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.